ശശി തരൂർ എം പി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ ലിഫ്റ്റിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തിയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയ തരൂർ ഉൾപ്പെടെയുള്ളവരെ പുറത്തിറക്കിയത്. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയ തരൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞു. എന്റെ ആദ്യത്തെ അനുഭവം ലിഫ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ പെട്ടുപോയത്. ഒന്ന് രണ്ട് ആൾക്കാർ കുറച്ച് ഹീമാനായിട്ട് ലിഫ്റ്റ് വാതിലൊക്കെ തുറക്കാൻ ശ്രമിച്ചു. ഫ്ലോറിന്റെ വാതിൽ തുറക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് അവസാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഒന്നും കണ്ടുമില്ല. അവര് ആദ്യം ശ്രമിച്ചപ്പോൾ നടന്നില്ല. എന്നിട്ട് അവർ ഹൈഡ്രോളിക് എക്വിപ്മെന്റ് കൊണ്ടുതന്നാണ് തുറന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രൊഫഷണലിസം ഞാൻ അവരുടെ ആത്മാർത്ഥത, അവരുടെ സ്പീഡ് എല്ലാറ്റും ഞാൻ വലിയൊരു അഭിനന്ദിക്കുന്നു. അദ്ദേഹം അവർ ചെയ്ത പണി നന്നായി ചെയ്തു. നമ്മൾ ഒരു കാര്യം പഠിച്ചിരിക്കുന്നത്, നമ്മളുടെ ഫേറ്റ് നമ്മളുടെ കയ്യിലല്ല. അപ്പോൾ അവസാനത്തിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, ആൾക്കാരെ നമ്മൾ രക്ഷിച്ചാൽ അവർ കൊണ്ട് നന്ദി പറയുക. രക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ പറഞ്ഞോളൂ, എന്താ ചെയ്യേണ്ടത്. ഡോണ്ട് വറി. ആശങ്ക നിറഞ്ഞ ഒരു 10-15 മിനിറ്റുകൾക്ക് ശേഷം ശശി തരൂർ എം പി പുറത്തിറങ്ങി വളരെ ആശ്വാസകരമായി തമാശയായി കാര്യങ്ങളെ സംസാരിച്ചു പോകുന്ന ശശി തരൂർ എം പിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ തരൂരും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും പുറത്തുനിന്ന മാധ്യമപ്രവർത്തകരും ഹോട്ടൽ അധികൃതരും എല്ലാവരും ആശങ്കയിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വൈകിട്ട് ഒരു 7:30 അദ്ദേഹം എത്തിയത് റോട്ടറി ക്ലബിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. ലിഫ്റ്റ് വഴി 6ാമത്തെ നിലയിൽ പോയപ്പോഴാണ് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത്. അതിനു പിന്നാലെ ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സും കൃത്യമായി ഇടപെട്ട് ലിഫ്റ്റ് അവരുടെ ഉപകരണങ്ങൾ വെച്ച് തുറക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് ലിഫ്റ്റ് കുടുങ്ങി എന്നുള്ളതിലൊരു വ്യക്തതയില്ല. ഇനി ഓവർലോഡ് ആണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് ഹോട്ടൽ അധികൃതർ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം മടങ്ങിയത് പിന്നെ ലിഫ്റ്റ് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ലിഫ്റ്റ് ഉപയോഗിക്കാതെ അദ്ദേഹം 6ാമത്തെ നിലയിൽ നിന്ന് നടന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി മടങ്ങുകയായിരുന്നു. ആശ്വാസകരമായി അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ നിന്ന് മടങ്ങാൻ കഴിഞ്ഞു.